സതിയുടെ 21ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ലീല സതിയോട് പറഞ്ഞു, മോളെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അദ്ദേഹം ഇനി എന്ത് പ്രശ്നമുണ്ടാക്കുന്ന എന്തോ. എന്തായാലും ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ട്. അച്ഛൻ വഴക്കുണ്ടാക്കുമോ അമ്മയെ? അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. മോള് വിഷമിക്കണ്ട. നാളെ ഞാൻ നേരത്തെ വരാൻ നോക്കാം. ചെല്ലമ്മയമ്മയോട് പറഞ്ഞു, മോളെ നല്ലതുപോലെ നോക്കണേ എന്ന് പറഞ്ഞു. ശിവനോട് പറഞ്ഞു, മോനെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു, ഞാൻ കൊണ്ടാക്കാം അമ്മേ എന്ന് പറഞ്ഞു. വേണ്ട, മോൻ ഇവിടെ തന്നെ നിൽക്കണം. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനൊരു ടാക്സി പിടിച്ച് പൊക്കോളാം. മോൻ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നാളെ ഞാൻ നേരത്തെ വരാൻ നോക്കാം മോനെ എന്ന് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞ് ലീല അവിടെ നിന്ന് ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് ചെന്നു. ലീല ചെന്നപ്പോൾ രവി ഉമ്മറത്ത് ഇരിക്കുകയാണ്. ലീലയെ കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല. ലീല ചോദിച്ചു, വീട്ടിൽ കയറുന്നതിന് വല്ല പ്രശ്നവുമുണ്ടോ എന്ന് ചോദിച്ചിട്ടും രവി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ലീല കയറിപ്പോയി. ചെന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ലീല വൈകുന്നേരമായാലും ഒരു ചായ ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് ലീല ഒരു ചായ ഇട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഒന്നും മിണ്ടിയില്ല. ചായ അവിടെ വെച്ചിട്ട് ലീല അകത്തേക്ക് പോയി. അതിനുശേഷം ലീല പറഞ്ഞു, നല്ലൊരു ആൺകുഞ്ഞ്, അപ്പുപ്പൻ്റെ പോലെ ഇരിക്കുന്നു. ഇങ്ങേരെ സ്വഭാവം കിട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നും കൂടി ലീല ഒരു കുത്തുവാക്ക് പറഞ്ഞു. രവി എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. ഓ, ലീല വിചാരിച്ച് ഇനി അങ്ങേരുടെ അടുത്ത് സംസാരിക്കാൻ പോണ്ട, അങ്ങേരുമായി വഴക്ക് കൂടിയാലോ എന്ന് ലീല പറഞ്ഞു. നാളെ എനിക്ക് രാവിലെ കുഞ്ഞിന് ചോറ് കൊണ്ട് കൊടുക്കാൻ പോകണം. ഞാൻ പോകും. എനിക്ക് കൊച്ചിനെ ഒന്ന് കാണുകയും വേണം എന്ന് പറഞ്ഞു. എന്നിട്ടും രവി ഒന്നും മിണ്ടിയില്ല. ലീല ഒന്നും മിണ്ടാതെ, നിങ്ങൾക്ക് ചോറ് തരട്ടോ എന്ന് ചോദിച്ചു. രവി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ലീല പറഞ്ഞു, ഞാൻ ചോറെടുത്ത് വച്ചേക്കുന്നു, വന്ന് കഴിക്കാൻ പറഞ്ഞു. രവി മിണ്ടാതെ വന്ന് ചോറെടുത്ത് വെച്ച് കഴിച്ചു. എന്നിട്ടും ഇദ്ദേഹത്തിന് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന? ഞാൻ പോയതിൻ്റെ ദേഷ്യമായിരിക്കും എന്ന് ലീല മനസ്സിൽ കരുതി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ശിവൻ്റെ കൂട്ടുകാരൊക്കെ ആശുപത്രിയിൽ വന്നു ശിവൻ്റെ കുഞ്ഞിനെ കാണാൻ. അങ്ങനെ കൂട്ടുകാരൊക്കെ വന്ന് ശിവൻ്റെ കുഞ്ഞിനെയും കണ്ടിട്ട് ശിവൻ അവരെ യാത്രയാക്കി. അതിനുശേഷം ചെല്ലമ്മയമ്മ പറഞ്ഞു, മോൻ വീട്ടിൽ പോയി കുറച്ച് നേരം വിശ്രമിക്കൂ. ശിവൻ പറഞ്ഞു, വേണ്ട, ചെല്ലമ്മയമ്മയും സതിയും മാത്രമല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? ഇവിടെ ഡോക്ടറും നേഴ്സും എല്ലാം ഇല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം, അല്ലെങ്കിൽ മോനെ വിളിക്കാം. മോൻ വിഷമിക്കേണ്ട, ഒരു കുഴപ്പവുമില്ല സതിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ സതിയും പറഞ്ഞു, ശിവൻ പോയിട്ട് രാവിലെ വന്നാൽ മതി, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശിവൻ ചെന്ന് സതിയുടെ തലയിൽ തലോടി കുഞ്ഞിനെ ഒരു ഉമ്മയും കൊടുത്തിട്ട് രാവിലെ വരാം ശരി എന്നും പറഞ്ഞ് ശിവൻ യാത്രയായി. അതിനുശേഷം ശിവൻ വീട്ടിൽ വന്നിട്ട് ഇത്തിരി നേരം അവിടെ കസാരയിലിരുന്ന് ആലോചിച്ചു. സതിയും ചെല്ലമ്മയമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ശിവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. അവിടെ എല്ലാവരും ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം, നോക്കാമെന്ന് ശിവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് ഒന്ന് കിടക്കാം, രാവിലെ കുഞ്ഞിനെയും സതിയെയും കാണാൻ പോകാമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥയും